ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുനന്ദയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തത്തിന് ശേഷം അവൾ വീണ്ടും സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന ഒരു ഭാഗമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരു കാലത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന രണ്ട് ഹൃദയങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന നിമിഷങ്ങളാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ സുനന്ദ സുഭാഷിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെ തീരുമാനങ്ങളും കാരണം സുനന്ദയ്ക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം പുതിയ ജീവിതത്തിലേക്ക് പോയെങ്കിലും മനസ്സിൽ വലിയ സന്തോഷമൊന്നും സുനന്ദയ്ക്കുണ്ടായിരുന്നില്ല. അമ്മ പ്രമീളയുടെ നിർബന്ധം കൊണ്ടാണ് ഈ വിവാഹം നടന്നത് എന്നുള്ളൊരു സങ്കടം സുനന്ദയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ വിവാഹശേഷം ഭർത്താവിൻ്റെ പെരുമാറ്റം ആദ്യം സുനന്ദയെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു. നിന്റെ മനസ്സ് തയ്യാറാകുന്നതുവരെ ഞാൻ നിന്നെ ഒരു കാര്യത്തിനും നിർബന്ധിക്കില്ലെന്നും നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്നും അയാൾ പറയുമ്പോൾ സുനന്ദയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അധികം വൈകാതെ തന്നെ അവളുടെ ജീവിതത്തെ തകർക്കാൻ പോകുന്ന ഒരു സത്യം പുറത്തു വരികയാണ്. ഒരു ദിവസം ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്ത് എന്ന പേരിൽ ഒരാൾ അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഭർത്താവ് തന്നെ ഫോണിൽ വിളിച്ച് ആ സുഹൃത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അയാളുടെ നോട്ടവും സംസാര രീതിയൊന്നും സുനന്ദയ്ക്ക് ഒട്ടും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ച് ഭർത്താവിനോട് പറയുമ്പോൾ പോലും അയാൾ സുനന്ദയെ വിശ്വസിക്കുന്നില്ല. മറിച്ച് തൻ്റെ സുഹൃത്ത് വലിയ പണക്കാരനാണെന്നും അവനെ വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞ് അവളെ നിശബ്ദയാക്കുകയാണ്. അതിനുശേഷം ആ സുഹൃത്ത് സുനന്ദയോട് അതിരുവിട്ട രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങുന്നു. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മോശമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അവളെ അസ്വസ്ഥതയാക്കുകയും ചെയ്യുന്നുണ്ട്. സുനന്ദ അയാളോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. വൈകുന്നേരം ഭർത്താവ് തിരിച്ചെത്തിയപ്പോൾ സുനന്ദ പരാതിപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നാണ് യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുന്നതിന് പകരം സുനന്ദയെയാണ് ഭർത്താവ് കുറ്റപ്പെടുത്തുന്നത്. ഒടുവിൽ ഞെട്ടിക്കുന്ന രീതിയിൽ തൻ്റെ സുഹൃത്തിനു വേണ്ടി സുനന്ദ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും അയാൾ അവളോട് പറയുന്നുണ്ട്. ഈ വാക്കുകൾ കേട്ടതോടെ സുനന്ദയ്ക്ക് ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നു. പിന്നീട് ഭർത്താവും സുഹൃത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ കൂടുതൽ ഭീകരമായിട്ടുള്ള ഒരു സത്യം പുറത്തു വരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ പോലും മറ്റൊരാളുടെ മുന്നിലേക്ക് തള്ളിവിടാൻ തയ്യാറായ ആളാണ് താൻ വിവാഹം കഴിച്ചത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം സുനന്ദ തിരിച്ചറിയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഭർത്താവ് പുറത്തു പോയ സമയത്ത് ആ സുഹൃത്ത് വീണ്ടും വീട്ടിലേക്ക് കടന്നു വരുന്നു. സുനന്ദയെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൾ ധൈര്യത്തോടെ തിരിച്ചടിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ വസ്തു ഉപയോഗിച്ച് അയാളെ അടിച്ചതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വലിയ ഭയത്തിലും വിഷമത്തിലുമായിരുന്ന സുനന്ദ സ്വന്തം മൊബൈൽ പോലും എടുക്കാതെ പുറത്തേക്ക് ഓടുന്നു. ഒടുവിൽ ഒരാളുടെ ഫോൺ വാങ്ങി അവൾ വിളിക്കുന്നത് മറ്റാരെയുമല്ല, സുഭാഷിനെയാണ്. ഫോണിൻ്റെ മറുവശത്ത് സുനന്ദയുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ സുഭാഷിന് എന്തോ ഒരു വലിയ അപകടം അവൾക്ക് സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നു. അവൾ നേരിട്ട ചതിയെക്കുറിച്ച് പറയുമ്പോൾ സുഭാഷും ഹരീഷും സുധീഷും എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സുഭാഷ് അവളെ ഉപദേശിക്കുന്നു. സുനന്ദ പോലീസ് സ്റ്റേഷനിലെത്തി സുരക്ഷിതയാകുന്നു. ഇതിനിടെ സുഭാഷും കൂട്ടുകാരും സുനന്ദയുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നുണ്ട്. എന്നാൽ പ്രമീളയ്ക്ക് ആദ്യം ഇതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തൻ്റെ മകള് കള്ളം പറയുകയാണെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ പിന്നീട് സുനന്ദയുടെ ഫോൺ സംഭാഷണവും പോലീസിൻ്റെ വിവരങ്ങളും കേട്ടപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് സുനന്ദയെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലെത്തിയിട്ടും സുനന്ദയ്ക്ക് സമാധാനം ലഭിക്കുന്നില്ല. സ്വന്തം അമ്മ പോലും തന്നെ വിശ്വസിക്കാത്തത് സുനന്ദയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചു തരാൻ തയ്യാറായില്ല. ഇപ്പോൾ എൻ്റെ ജീവിതം തകർത്തവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവസാനം അമ്മയുമായി തർക്കിച്ച് സുനന്ദ നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ എത്തിയപ്പോൾ സുഭാഷും കുടുംബവും അവളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ നിന്നെ ആരും പുറത്താക്കില്ലെന്നും നീ സുരക്ഷിതയാണെന്നും അവർ പറയുന്നുണ്ട്. ഈ സമയത്താണ് കഥയിലെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ സംഭവിക്കുന്നത്. സുനന്ദ തൻ്റെ മനസ്സിലുള്ള സത്യം തുറന്നു പറയുന്നു. ഇന്നും തനിക്ക് സുഭാഷിനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തി സുഭാഷ് തന്നെയാണെന്നും അവൾ തുറന്നു പറയുന്നുണ്ട്. സുഭാഷിനും സുനന്ദയോടുള്ള പഴയ സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അവളുടെ ഭാവിയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ ഓരോന്നായിട്ട് മാറി തുടങ്ങുന്നു. സുനന്ദയുടെ വിവാഹബന്ധം നിയമപരമായിട്ട് അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതോടെ ഇരുവരും വീണ്ടും ഒന്നിക്കുമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുഭാഷിൻ്റെ അച്ഛൻ ഭാസ്കരൻ ഒരു താലിയെടുത്ത് സുഭാഷിന് കൈമാറുന്നു. ഈ പെൺകുട്ടിക്ക് ഇനിയൊരു സുരക്ഷിത ജീവിതം വേണം. നാട്ടുകാർ എന്ത് പറഞ്ഞാലും അവളെ നീ സ്വീകരിക്കണമെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. തുടർന്ന് നടക്കുന്ന രംഗങ്ങൾ വലിയൊരു സർപ്രൈസ് തന്നെയാണ് ആയിട്ടാണ് സംഭവിക്കുന്നത്. സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടുകയും അവളെ കിളിക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
ഇതേസമയം ദേഷ്യത്തോടെ എത്തിയ പ്രമീളയും കുടുംബവും ഈ വിവാഹത്തെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഇത്തവണ സുഭാഷ് അതിശക്തമായിട്ട് തന്നെ അവരോട് പ്രതികരിക്കുന്നുണ്ട്. ഇവളിനി എൻ്റെ ഭാര്യയാണ്, ആരും അവളെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സുഭാഷ് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കുന്നു. ഇതുവരെ ശാന്ത സ്വഭാവിയായിരുന്ന സുഭാഷിൻ്റെ പുതിയ മുഖം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും കണ്ണീരും അനുഭവിച്ച സുനന്ദ ഒടുവിൽ സുരക്ഷിതമായിട്ടൊരു ജീവിതത്തിലേക്ക് എത്തുന്ന രംഗങ്ങളാണ് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്